ഇന്ന് പല ആളുകളിലും കണ്ടുവരുന്ന ഒരു പ്രധാന വിഷയമാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. ഒരുപാട് പേഷ്യൻസ് വരുന്നുണ്ട്, കാലുകളിൽ ഭയങ്കര നീർക്കെട്ട്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ചൊറിച്ചിൽ, അല്ലെങ്കിൽ കളറ് വ്യത്യാസം വരുന്നത്. ചില ആളുകൾക്ക് ഇങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, നിൽക്കാൻ പറ്റില്ല, ഭയങ്കര കടച്ചിലായിരിക്കും. അപ്പോൾ എന്താണ് ഡോക്ടർ ഇത്രയും കടച്ചിൽ വരാനുള്ള കാരണം? എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, എനിക്ക് ഷുഗർ ഇല്ല, പ്രഷർ ഇല്ല, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളായിട്ടാണ് അവർ ചോദിച്ചിട്ട് വരുന്നത്. ഇനി ഈ വെരിക്കോസ് വെയിനിൻ്റെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്, ചില ആളുകളിൽ നമുക്ക് ഭയങ്കരമായിട്ട് തുത്തിട്ട് ഞരമ്പുകൾ ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞ് കാണാൻ പറ്റും. പക്ഷെ ചില ആളുകളിൽ ഈ ഞരമ്പ് കാണാൻ പറ്റില്ല. അങ്ങനത്തെ ആളുകൾക്കാണ് ഇത് വെരിക്കോസ് വെയിൻ ആണോ മറ്റെന്തെങ്കിലും അസുഖമാണോ എന്നറിയാതെ ഇത്തരം ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നത്. ഇതിൻ്റെ പ്രധാന ഒരു കാരണം എന്ന് പറയുന്നത് രക്തസഞ്ചാരം കുറയുന്നതാണ്. അതായത് ഇപ്പോൾ നമ്മുടെ ശരീരത്തിലെ രക്തയോട്ടമുണ്ട്, പക്ഷെ അത് സ്ലോ ആണ്. ഇപ്പം നമ്മൾ കൂടുതലായിട്ട് നൃത്തമൊക്കെ വരുമ്പോൾ അത് തന്നെയാണ് അതിൽ പറയുന്നത്. അതായത് ഇതിൻ്റെ പ്രധാനമായും ബാധിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് നൃത്തം കൂടുതലുള്ള ആളുകൾ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ടീച്ചേഴ്സ്, ബാർബർ ഷോപ്പിൽ പണിയെടുക്കുന്നവർ, പിന്നെ ചുമട്ട് തൊഴിലാളികൾ. ഇനി ഇതൊന്നുമല്ലാതെ കൂടുതലായിട്ട് വരുന്നതും സ്ത്രീകൾ, അതായത് നമ്മുടെ അമ്മമാരിലാണ് ഇത് കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ രക്തസഞ്ചാരം കുറയുന്നതാണ് കാരണം എന്ന് പറയുമ്പോൾ ഇത് രക്തം നമുക്ക് താഴോട്ട് വരുന്നുണ്ട്, അതായത് നമ്മുടെ കാലുകളിലേക്ക് വരുന്നുണ്ട്, പക്ഷെ തിരിച്ച് മേലോട്ട് പോകാൻ അത്ര ഫോഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ സ്ലോ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ചെറിയ ഈ മൈക്രോ വാൾസുകൾ വീക്കാവുന്നത് മൂലം രക്തത്തിനെ മേലോട്ട് എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, ഇതാണ് ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത്. ഇനി ഇതെങ്ങനെ മാനേജ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് അല്ലാണ്ട് നമ്മളിവിടെ തെറാപ്പി, അതായത് നമ്മൾ യുനാനിയിൽ പറയുകയാണെങ്കിൽ ഫസദ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് കൂടിയുണ്ട്. ഇംഗ്ലീഷിലാണെങ്കിൽ വെനിസെക്ഷൻ എന്ന് പറയും. അതെന്താണെന്ന് വെച്ചാൽ ഈ ചുരുണ്ടുകൂടി തടിച്ച് നിൽക്കുന്ന നമ്മുടെ വെയിൻസിൽ കറക്റ്റ് ആ സ്പോട്ടിൽ തന്നെ നമ്മൾ നീഡിൽ വെച്ചിട്ട് ബ്ലഡ് റിമൂവ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അത് ഇൻസ്റ്റൻറ്റ് റിലീഫാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു മെച്ചം എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് ഈ കടച്ചിലും അല്ലെങ്കിൽ ചൊറിച്ചിലും പോലത്തെ കാര്യങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാം. ഇനി അത് കൂടാണ്ട് ഞാൻ എൻ്റെ പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കുന്ന, അതായത് വീട്ടിൽ നിന്ന് അവർക്ക് ചെയ്യാൻ പറ്റുന്ന 3 കാര്യങ്ങൾ, 3 ടിപ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയുകയാണെങ്കിൽ, നല്ല ചൂടുള്ള തിളച്ച വെള്ളം പോലത്തെ ചൂടുള്ള വെള്ളത്തിൽ കല്ലുപ്പിട്ടിട്ട് 2 കാലും അതിലേക്ക് ഇറക്കി വെക്കാം. ഈ ചൂട് ആറാൻ നിൽക്കേണ്ട, കുറച്ച് സമയം വെച്ചതിന് ശേഷം അതെടുത്തിട്ട് കാല് തുടച്ചിട്ട് ഓയിൽ, അതായത് ഏതെങ്കിലും ഒരു തൈലം പുരട്ടുക. ഈ തൈലം പുരട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കാല് താഴെ നിന്ന് മേലോട്ടാണ് ഒഴിഞ്ഞു കൊടുക്കേണ്ടത്. നമ്മൾ ഇങ്ങോട്ട് ഒരിക്കലും ചെയ്യരുത്, കാരണം ബ്ലഡ് ഫ്ലോ നമ്മൾ ഹെൽപ്പ് ചെയ്യാണ്. അപ്പോൾ താഴെ നിന്ന് മേലോട്ട് നമ്മൾ ഒഴിഞ്ഞു കൊടുക്കുക. അതിനുശേഷം ഈ 2 കാലും നമ്മൾ നമ്മുടെ ബെഡിൽ കിടക്കുകയാണെന്ന് വെച്ചാൽ ചുമരിലോട്ട് ഈ 2 കാലും കയറ്റി വെക്കുക. അതുവഴി എന്താണെന്ന് വെച്ചാൽ വീണ്ടും ഇവിടെ കിട്ടുന്നത് രക്തസഞ്ചാരം കൂട്ടിക്കൊടുക്കുക എന്നുള്ളതാണ്. ഈ സിമ്പിൾ 3 സ്റ്റെപ്സ് ഇതൊരിക്കലും ഇന്ന് ചെയ്താൽ നാളെ മാറുന്ന ഒരു സംഭവമല്ല. ഗ്രാജുവലി നിങ്ങൾക്ക് മാറ്റം കിട്ടുന്ന ഒരു വലിയ ബെറ്റർ ആയിട്ടുള്ള ഒരു വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണ്.